ഹൗസ് കാരോളിംഗ് സർവീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് എബി കോശി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ 2020 ക്രിസ്മസ് കരോൾ പ്രോഗ്രാം കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ചെയ്യുവാൻ നൽകുന്ന എല്ലാ സാധ്യതകൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾ ഇന്ന് കർത്താവെ അവിടുത്തെ തിരുജനത്തിന്റെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടുന്ന് കർത്താവെ ഏറ്റവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പ്രോഗ്രാമിൽ ഒരു ഭാഗമാകുവാൻ അടിയങ്ങൾക്കും അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അവിടുത്തെ തിരുജനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇത്രത്തോളം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും കർത്താവ് അവിടുന്ന് സൂക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവ് ഈ മഹാമാരി മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ആ കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ദൈവകൃപ അവിടെ നൽകിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം അവിടുത്തെ സമയമാകുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള വിശ്വാസവും ഉറപ്പും ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ വികാരിയായിരിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പ്രോഗ്രാമിൽ പല രീതിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അവിടുന്ന് കൂടുതലായി അനുഗ്രഹിക്കുകയും അവിടുന്ന് ധാരാളമായ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി തീരുവാൻ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന അപേക്ഷയും കേട്ടുത്തരമല്ലണമേ. കർത്താൽ പ്രിയരെ, ഈ മഹാമാരിയുടെ നാളുകളിൽ രക്ഷകന്റെ ജനനം അതിന്റെ സന്ദേശം പങ്കുവെക്കുന്നതിനും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്നതിനും ഇങ്ങനെ നമുക്ക് ഇടയാകുന്നതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സാധാരണ ഈ നാളുകളിൽ നമ്മൾ ഭവനങ്ങൾ സന്ദർശിക്കുകയും പാടുകയും സന്ദേശങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ ലോകത്ത് ഒരിടത്തും ഒരു കാലത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലായിടത്തും ദേവാലയങ്ങൾ അടഞ്ഞപ്പോൾ, പരസ്പരം നേരിട്ട് കണ്ടുമുട്ടുന്നതിന് സാധ്യമല്ലാതെ വന്നപ്പോൾ ദൈവം നൽകിയ ടെക്നോളജി ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും പരസ്പരം കണ്ടുമുട്ടുന്നതിനും ദൈവസ്നേഹം പങ്കുവെക്കുന്നതിനും നമുക്ക് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കരുണ വലിയതാണ്. ഈ നാളിൽ നമുക്ക് ഭവനങ്ങളിൽ നേരിട്ട് പോകാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ വെർച്വലായി എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നതിന് ക്രിസ്മസ് കരോൾ, ഹൗസ് കരോൾ പ്രോഗ്രാമായി നമുക്ക് ഇന്ന് ഇവിടെ കൂടുന്നതിന് ദൈവം ഇടയാക്കി. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇടവകയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വിദൂരതകളിൽ നിന്ന് പലർക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോണി അച്ഛൻ, നമ്മുടെ ഇവിടുത്തെ മുൻ വികാരിയാണല്ലോ. അച്ഛൻ കോട്ടയത്ത് നിന്ന് വളരെ വെളുപ്പിനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും നമുക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകുകയും ചെയ്യുന്നു. അവിടെ ഞായറാഴ്ച രാവിലെയാണ്. അച്ഛനെ ശുശ്രൂഷയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അച്ഛൻ കൃത്യസമയത്ത് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നമ്മളോട് കാണിക്കുകയും ചെയ്യുന്ന ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.
സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള പല ആളുകളും പങ്കെടുക്കുന്നു. എനിക്ക് നേരിട്ട് അറിവില്ല എങ്കിലും നിങ്ങൾക്ക് പലർക്കും പലരെയും പരിചയമുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക്, ഈ ഗാനസന്ധ്യയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. ഈ ഇടവകയിലെ അംഗങ്ങളായി ക്രിസ്മസ് കരോൾ ഭവനങ്ങളിൽ പോകുന്ന ഒരു ടീം ഇതിനകത്ത് പങ്കെടുക്കുന്നു. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൂരത്തും ചാരത്തും ഇരുന്ന് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ക്രിസ്തുമസ് ദൈവം നമ്മോട് കൂടെ എന്നാണല്ലോ. ഇമ്മാനുവേലായ ദൈവത്തെ അനുഭവിക്കുന്നതിന് ഈ ക്രിസ്തുമസ് നാളുകളിൽ നമുക്കിടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ബൈബിൾ റീഡിംഗ് മിസ്റ്റർ ഏബിൾ തോമസ് ഒക്ലഹോമയിൽ നിന്ന് വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെ. Isaiah chapter 9 verses 2-7. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇങ്ങനെ പാടുകൾ അവസാനിച്ചു. ഇപ്പോൾ ടെക്സസിൽ നിന്ന് ജോബി ചാക്കോ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. എന്നെ പരിചയമുള്ളവരാണ് ഒട്ടുമിക്കലും. അച്ഛനൊഴിച്ചെന്ന് തോന്നുന്നു. അച്ഛന് എൻ്റെ വളരെയധികം നന്ദി, എന്നെ ഈ ഒരു കരോളിങ്ങൾ എന്നെ കൂടെ വിളിച്ചതിന്. ജോസനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് എൻ്റെ വകയായിട്ട്. താങ്ക് യു രാജു. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. തന്നി നോക്കി അട്ടിടയർ നടന്നു.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കരപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലക. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗ്ലോറിയ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോണി അച്ഛൻ, ജോസഫ് ജോണി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛൻ ഇപ്പോൾ ക്രിസ്മസ് സന്ദേശം നൽകുന്നതായിരിക്കും. അച്ഛനും കൊച്ചമ്മയും ഇതിനകത്ത് നമ്മോട് പങ്കെടുക്കുന്നുണ്ട്. വലിയ സന്തോഷം അറിയിക്കട്ടെ. ഓക്കെ, താങ്ക് യു അച്ഛൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അച്ഛൻ. ഇത്രയും ബഹുമാനപ്പെട്ട സജു സി പാപ്പച്ചൻ അച്ഛൻ, ന്യൂയോർക്ക് സെന്റ് തോമസിലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ എന്നും ചേർത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളോടൊപ്പം ഈ ഗാനസന്ധിയിൽ സംബന്ധിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ വീണ്ടും ഒരവസരം കൂടെ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 2010-13 കാലഘട്ടം, 10 to 13, ഇൻഡീഡ് ഗോൾഡൻ ഇയേഴ്സ് എന്ന് തന്നെ ഞങ്ങൾ പറയും. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലം എന്നും ഞങ്ങളുടെ സ്മരണയിൽ, ഓർമ്മയിൽ ഇങ്ങനെ നിറഞ്ഞ് ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾ 13 അവിടുന്ന് പോരുന്നെങ്കിലും ഞങ്ങളിപ്പോഴും ശരിക്കും ന്യൂയോർക്കുകാരായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടും നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഞങ്ങളെ ശുശ്രൂഷ ചെയ്ത എല്ലാ ഇടവുകളിൽ നിന്നും ആ ഒരു സ്നേഹവും കരുതലും സ്മരണകൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളിൽ നിന്നും അത് തുടർന്ന് ഇപ്പോഴും ലഭിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നെങ്കിലും ന്യൂയോർക്കിൽ വന്ന് നിങ്ങളെ കാണാമെന്നുള്ള ഒരു വലിയ സ്വപ്നം, പ്രതീക്ഷ എപ്പോഴും ഞങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇത്രയും പെട്ടെന്നാകുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ തന്നെ വന്ന് നിങ്ങളോടൊപ്പം സംബന്ധിപ്പാൻ സാധിച്ചു. ന്യൂയോർക്കിൽ വന്ന പോലെ ഒരു ഫീലിംഗ് ശരിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്. നിശ്ചയമായിട്ടും താങ്ക്സ് ടു കോവിഡ്
അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കത്തില്ലല്ലോ. നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട സാജുവച്ചൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവം തന്ന വലിയ ഒരു സാധ്യത, പൊട്ടൻഷ്യാലിറ്റി ഓഫ് ദ ടെക്നോളജി, അത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒന്ന് സമ്മേളിക്കാനും സെലിബ്രേറ്റ് ചെയ്യുവാനും ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനും ഒക്കെ നമുക്കിടയാക്കുന്നത് ഓർത്ത് വീണ്ടും ദൈവത്തെ നന്ദി കരയേറ്റുകയാണ്. സെന്റ് തോമസിലെ പല പ്രിയപ്പെട്ടവരെയും ഈ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നഷ്ടമായി. തീർച്ചയായിട്ടും അതൊരു വലിയ ദുഃഖവും വേദനയും നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ നാളുകളിൽ ഞാൻ മാത്തുക്കുട്ടിയെ കുറിച്ച് ഓർക്കുകയാണ്. മാത്തുക്കുട്ടിയുടെ ഒരു സ്നേഹ കരുതൽ, ഫെലോഷിപ്പ്, ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്ത ഒരു അനുഭവം. ജോയ്സ് അമ്മാമയുടെ ഒരു പ്രസൻസ് ഈ ക്രിസ്മസിൽ നമ്മളോടൊപ്പം ഇല്ല. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സങ്കടമാണ്. ലീലാമ്മ ആന്റി, അതുപോലെ ലീലാമ്മ ആന്റിയുടെ ഒരു വലിയ കരിസ്മാറ്റിക് പ്രസൻസും ലീഡർഷിപ്പും ഒക്കെ സേവിയാ സംഘത്തിനൊക്കെ ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ചായൻ, ലിസ്റ്റിയുടെയും ലീനായുടെയും ഒക്കെ പപ്പ, ടി എം തോമസ് സാറ്, ആന്റി, ഇവരൊക്കെ നമുക്ക് തന്നതായ വലിയ അനുഭവങ്ങൾ. ഞങ്ങൾ പോരുന്നത് പിന്നെ മറ്റാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വന്ന പേരുകളാണ് ഞാൻ ഇതൊക്കെ ഓർത്ത്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നമുക്ക് ഫെലോഷിപ്പ് തന്ന പ്രിയപ്പെട്ടവരാണ് ഇവരൊക്കെ. എന്നാൽ ഈ സഞ്ചാര പദത്തിൽ നമ്മളൊക്കെ എന്നാണ് എപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത് എന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. എങ്കിലും നമ്മൾ യാത്ര തുടരുന്നു. ക്രിസ്മസ് കാലം ശരിക്കും ഒരു ഉത്സവകാലം ആണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ന്യൂയോർക്ക് സെന്റ് തോമസിന് ക്രിസ്മസ് കാലം ഒരു ഉത്സവകാലം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭവനങ്ങളിലെ ഒരു നമ്മുടെ കൂട്ടായ്മകള്, ഗാന സന്ധ്യക്കായിട്ട് നമ്മൾ കൂടി വരുന്ന ആ ഒരു റൗണ്ട്സ്, അത് വലിയൊരു ഒരു ആവേശം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വരുന്ന ഈ പൂത്തിരി മത്താപ്പ് കത്തിച്ചു ആ ഒരു പാട്ടാണ്. അതിങ്ങനെ റജി അച്ചകുഞ്ചാനും ജോൺ സി തോമസും എല്ലാരും കൂടി ഇങ്ങനെ ഉല്ലാസും ഒക്കെ ചേർന്ന് നിന്ന് അത് എല്ലാവരും ആബാലവൃദ്ധം നിറഞ്ഞു നിന്ന് അങ്ങ് പാടുകയാണ്. 2010-13 കാലഘട്ടത്തില് 3 ക്രിസ്മസേ ഉള്ളായിരുന്നുവെങ്കിലും ഒരു എത്രയോ പ്രാവശ്യം ആ പാട്ട് കേട്ടിരിക്കുന്നു. ഇപ്പോഴും ആ പാട്ട് നമ്മുടെ ഒരു മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ക്രിസ്മസിന്റെ ഭാഗം തന്നെയാണ് ആ പാട്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നല്ല ഓർമ്മകളൊക്കെ നമുക്കുണ്ട്. എന്നാൽ ഈ ഫെസ്റ്റീവ് സീസൺ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് വന്നിരിക്കുകയാണ്. COVID-19 forced us to restrict our freedom. We are compelled to confine to ourselves to the limits of our home. ഒത്തിരി പരിമിതികളിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെടുവാനായിട്ട്, കൺഫൈൻ ചെയ്യപ്പെടുവാനായിട്ട് ഈ കാലഘട്ടം നമ്മളെ വല്ലാതെ കമ്പൽ ചെയ്യുന്ന, നിർബന്ധിക്കുന്ന ഒരു സമയമാണ്. വാസ്തവത്തിൽ അത് ചിന്തിക്കുന്ന സമയത്ത് ക്രിസ്മസും ഒരു പരിമിതികളിലേക്കുള്ള ഒരു ദൈവത്തിന്റെ പ്രവേശനമായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് ഈസ് ഇൻഡീഡ് ഗോഡ്സ് ഡെലിബറേറ്റ് ചോയ്സ് ടു ഹ്യൂമൻ ലിമിറ്റേഷൻസ്, ടു എൻറ്റർ ഇൻ ടു ഹ്യൂമൻ ലിമിറ്റേഷൻസ്. ദൈവത്തിന്റെ ഒരു ബോധപൂർവമായ, മനഃപൂർവമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി, മനുഷ്യനായി തീർന്നു, ദാസനായി തീർന്നു. സോ എളിമപ്പെടുന്ന ഒരനുഭവം, പരിമിതികളിലേക്ക് വരുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പരിമിതികൾ, ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിൽ പരിഭവിച്ചു പോകാനോ ദുഃഖിതരായി പോകാനോ നിരാശപ്പെട്ടു പോകാനോ ഇടയാകരുത്. ക്രിസ്മസ് ഈസ് ഇൻഡീഡ് എംബ്രേസിങ് ലിമിറ്റേഷൻസ്. അതുകൊണ്ട് ലിമിറ്റേഷൻസിനെ ആശ്ലേഷിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ ഒരു ഏജിങ്ങിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു കാലം കൂടെ വരുമ്പോൾ ഏജിങ്ങിന്റെ ഒത്തിരി ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. ആ ലിമിറ്റേഷൻസിനെ നമുക്ക് സന്തോഷത്തോടെ ബോധപൂർവം സ്വീകരിപ്പാനായിട്ട് സാധിക്കണം. ഇഷാക്ക് പേൾമാൻ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റിനെ കുറിച്ച്
ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടിട്ട് വായിച്ചിട്ടുണ്ട്. ഇഷാക്ക് പേൾമാൻ, നിങ്ങൾക്കറിയാവുന്ന ആളാണ് എന്നാണ് എൻ്റെ വിചാരം. ഇഷാക്ക് പേൾമാൻ ന്യൂയോർക്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ അതിപ്രശസ്തനായിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള വയലിനിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൺസേർട്ടുകൾക്കൊക്കെ 10,000-കണക്കിന് ആളുകളാണ് വന്ന് സംബന്ധിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിലെ പോളിയോ വന്ന് കാലുകൾ തളർന്നു പോയ ആളാണ് ഇഷാക്ക് പേൾമാൻ. ഒരു വലിയ കൺസേർട്ട് നടക്കുകയാണ്. പേൾമാൻ തന്റെ ക്രച്ചസിൽ ഈ സ്റ്റേജിലേക്ക് നടന്ന് കയറി വരികയാണ്. അവിടെ വെച്ച് ആദ്യം എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം നിശബ്ദരായിട്ട് പേൾമാനെ ശ്രദ്ധിക്കുകയാണ്. ആദ്യം അദ്ദേഹം വന്ന് ഇരുന്ന് തന്റെ വയലിൻ കയ്യിലെടുത്ത് സാധാരണ മ്യൂസീഷ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഈ വയലിന്റെ സ്ട്രിങ്സ് ഒക്കെ മുറുക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടുകൂടി അതിന്റെ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയി. അപ്പൊ എല്ലാവരും വിചാരിച്ചു പേൾമാൻ ഒരുപക്ഷെ സ്ട്രെച്ചസും ഒക്കെ എടുത്ത് ഈ താഴെ ഇറങ്ങി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വേറൊരു വയലിൻ എടുക്കുമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു വയലിൻ കൊണ്ട് കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. ഒന്നും ഉണ്ടായില്ല. ആ പൊട്ടിയ സ്ട്രിങ് ഉള്ള വയലിൻ ഉപയോഗിച്ച് 3 സ്ട്രിങ്ങുകൾ മാത്രമുള്ള വയലിൻ ഉപയോഗിച്ച് അവിടെ അന്ന് രാത്രിയിൽ സംഗീതം ആലപിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം പൊട്ടിയ സ്ട്രിങ് ഉള്ള വയലിന് സംഗീതം വലിയ അസാധ്യമാണ്. എന്നാൽ അന്ന് ആ ഓഡിയൻസ് അവരുടെ ആയുസ്സിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം ആ രാത്രിയിൽ അവർ കേട്ടു. എല്ലാവരും അത്ഭുത സ്തബ്ധരായിട്ടിരിക്കുക. സംഗീതം അവസാനിച്ചു. വലിയ കരഘോഷമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരഘോഷം, സ്റ്റാൻഡിങ് ഒവേഷൻ. അപ്പൊ ആളുകൾ പറഞ്ഞു, പേൾമാൻ അങ്ങ് എന്തെങ്കിലും ഒരു വാക്ക് പറയണം. ഇന്നത്തെ അങ്ങയുടെ പെർഫോമൻസ് ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് സ്പീക്ക് ഫ്യൂ വേർഡ്സ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം നിശബ്ദനായിട്ട് ഒരു നിമിഷം കൂടെ തുറന്നു. അതിനുശേഷം ശാന്തമായിട്ട് ഇപ്രകാരം പറഞ്ഞു, അവർ ജോബ് ഇസ് ടു മേക്ക് മ്യൂസിക് വിത്ത് വാട്ട് റിമെയിൻസ്. അവർ ജോബ് ഇസ് ടു മേക്ക് മ്യൂസിക് വിത്ത് വാട്ട് റിമെയിൻസ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ചില സ്ട്രിങ്ങുകൾ ചില അപ്രതീക്ഷിത നിമിഷത്തിൽ തകർന്നു പോകാം, പൊട്ടിപ്പോകാം. എന്നാൽ ജീവിതം അതുകൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ കരുതരുത്. വി ക്യാൻ മേക്ക് മ്യൂസിക് വിത്ത് റിമൈനിങ്. അവശേഷിക്കുന്ന സാധ്യതകളെ കണ്ടെത്തുവാൻ, അതിൽ നിന്ന് അവിസ്മരണീയമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള വലിയ സംഗീതം ആലപിക്കുവാൻ നമുക്ക് സാധിക്കണം. കോവിഡ് നമ്മെ വല്ലാതെ ഉലച്ചു കളഞ്ഞു, യാതൊരു സംശയമില്ല. അത് നമുക്ക് ഒത്തിരി മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒത്തിരി വേദനകൾ നൽകിയിട്ടുണ്ട്, സംശയമില്ല. ഒരുപാട് ജീവൻ നമുക്ക് നഷ്ടമായി. പ്രത്യേകിച്ച് അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ ലോകത്തിൽ നിന്ന് കോവിഡ് മൂലം കടന്നുപോയി. നിശ്ചയമായിട്ടും അത് നമുക്ക് വലിയ ഒരു വേദന അവശേഷിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു നല്ല ഫെയർവെൽ നൽകുവാൻ നമുക്ക് സാധിക്കാത്തതിന്റെ ദുഃഖവും സങ്കടവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഘനീഭവിച്ച് കിടക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടായി. എന്നാൽ ദൈവജനം തകർന്നു പോവുകയില്ല. ഇതാണ് നമ്മുടെ വലിയ വിശ്വാസം. തകർന്നു പോയി എന്ന് നമുക്ക് തോന്നാം, എന്നാൽ നമ്മൾ തകർന്നു പോകത്തില്ല. നമ്മൾ വീണുപോയി എന്ന് നമുക്ക് തോന്നാം, എന്നാൽ നമ്മൾ വീണു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവജനത്തിന്റെ വലിയ അനുഭവം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം അവർ പറയുന്നുണ്ട്. 137-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു പ്രവാസ ഗീതമാണ് അത്. അവിടെ പറയുന്ന, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു, അതിന്റെ നടുവിലെ അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാമോ എന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്നവർ ചോദിച്ചു. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഹൗ ക്യാൻ വി സിംഗ് ദ സോങ്സ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്? ദൈവത്തിന്റെ പാട്ട് ജനം എങ്ങനെ ഈ പരിമിതികളുടെ മധ്യത്തിൽ പാടും? ഇല്ല പ്രിയപ്പെട്ടവരെ, പാട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പാട്ട് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ പാടും, അല്ലേ? ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്. നമ്മുടെ യാത്രാപഥത്തിലെ നമ്മുടെ സംഗീതം, നമ്മുടെ ഗാനങ്ങൾ അവസാനിക്കാതെ തുടർന്ന് പാടുവാൻ നമുക്ക് സാധിക്കണം. മറിയയ്ക്ക് ആദ്യ ക്രിസ്മസ് പരിമിതികളുടെ
ഒരു സമയമായിരുന്നു എന്ന് യാതൊരു സംശയമില്ല. ഒത്തിരി 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 വേദനകളുടെ, ആകുലതകളുടെ, ആകാംക്ഷകളുടെ ഒക്കെ ഒരു സമയമായിരുന്നു. എന്നാൽ മറിയയ്ക്കും though it was painful experience to her, agony, rejection and loneliness ഇതൊക്കെ ഉണ്ടായിരുന്നു, but she could sing the song of joy. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, പാട്ട് നമുക്ക് നഷ്ടമായിട്ടില്ല. ഒരു കോവിഡിനും നമ്മുടെ പാട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ സംഗീതം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മളുടെ ഒരു സ്ലോഗനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ദിസ് ടു വിൽ പാസ്. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാറും നിശ്ചയമായിട്ടും. അതാണ് നമുക്കിപ്പോൾ നൽകുന്നതായ വലിയ സാധ്യതകൾ. അതുകൊണ്ട് ഈ കാലയളവുകൾ നമ്മൾ ഒത്തിരി വേദനകളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഒത്തിരി പാഠങ്ങൾ നമ്മളെ ദൈവം പഠിപ്പിച്ചതായിട്ടുള്ള പാഠങ്ങൾ. ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാ കാലത്തെയും ക്രിസ്മസിന്റെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സന്ദേശമാണ് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയതായിട്ടുള്ള, ലെസൺസ് നമുക്ക് നൽകിയതായിട്ടുള്ള ഒരു കാലമാണ്. It turned out to be a beautiful time to travel with him, to look deep into us, though we could not travel far outside. നമ്മുടെ വലിയ ഒരു പരിമിതി, ഒത്തിരി ദൂരങ്ങളിൽ ഒന്നും പോകുവാൻ സാധിക്കുന്നില്ല, സഞ്ചരിക്കുവാൻ സാധിക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കാലയളവാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തന്നെ ഒന്ന് യാത്ര ചെയ്യുവാൻ ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാലഘട്ടം. ഇതുപോലെ ഒരു കാലം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. വി കുഡ് ട്രാവൽ വിതിൻ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനുഷ്യ മനസ്സുകളിലേക്ക് തന്നെ നമുക്കൊന്ന് ഇറങ്ങുവാനായിട്ട് സാധിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ സനാതനമായിട്ടുള്ള അടിസ്ഥാനപരമായ ചില പരമാർത്ഥങ്ങൾ, ഒരുപക്ഷെ നമ്മൾ മറന്നുപോയ പാഠങ്ങൾ, ബോധപൂർവം നമ്മൾ മറന്നുപോയ പാഠങ്ങൾ കോവിഡ് നമ്മെ ഓർമ്മിപ്പിച്ചു. മനുഷ്യത്വ നിസ്സാരനാണ് എന്നുള്ള പാഠം നമ്മളെ ഈ കോവിഡ് കാലം, ഹൗ ഫീബിൾ, ഹൗ വൾനറബിൾ വി ആർ, ഇത് നമ്മളെ പഠിപ്പിച്ചു. ഹൗ ഹെൽപ്ലെസ് ആൻഡ് ഹാപ്ലെസ് വി ആർ, ഇത് നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകം വിറങ്ങലിച്ചു നിൽക്കുന്നതായിട്ടുള്ള സമയം, മനുഷ്യത്വത്തിന്റെ ഒരുപാട് പാഠങ്ങൾ കോവിഡ് നമ്മെ പഠിപ്പിച്ചതായിട്ടുള്ള പാഠമാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സ്നേഹത്തിന്റെ, കരുതലിന്റെ, കരുണയുടെ പാഠങ്ങൾ കോവിഡ് നമ്മെ പഠിപ്പിച്ചു. ദൈവപ്രസാദമുള്ള മനുഷ്യരാകുവാൻ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ഒത്തിരി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആശുപത്രികൾ ശുശ്രൂഷിക്കുന്ന നമ്മുടെ സഹോദരിമാര്, നഴ്സസ്, ഡോക്ടേഴ്സ്, ക്ലീനിങ് വർക്കേഴ്സ്, ആംബുലൻസ് ഡ്രൈവേഴ്സ്, PPE കിറ്റും ഒക്കെ ധരിച്ച് വിശ്രമമില്ലാതെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര്, അവരുടെ വലിയൊരു സമർപ്പണം, ഡെഡിക്കേഷൻ, അവരുടെ വലിയ കരുതൽ, ഈ കമ്മ്യൂണിറ്റിയോട്, സമൂഹത്തോടുള്ള അവരുടെ സ്നേഹം നിശ്ചയമായിട്ട് എന്തുമാത്രം ആദരവ് അർഹിക്കുന്നതാണ്. സ്വന്തം സുരക്ഷയോ സൗകര്യങ്ങളോ ഒന്നും നോക്കാതെ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷയും സഹായവും എത്തിച്ചതായിട്ടുള്ള അനേക ആളുകൾ, അവരാണ് ദൈവപ്രസാദമുള്ള മനുഷ്യർ. Let us dedicate this Christmas to such people, to our sisters and brothers who are serving our community. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കാലയളവ് ദൈവപ്രസാദമുള്ള മനുഷ്യരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസരം തന്നതില് ബഹുമാനപ്പെട്ട സാജു സി പാപ്പച്ചൻ, എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് സെമിനാരിയില്. അച്ഛന്റെ സ്നേഹം, കരുതൽ ഇപ്പോഴും ലഭിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ അവിടെ നിർവഹിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛന്റെ ശുശ്രൂഷകളുടെ നേതൃത്വവും പ്രത്യേകിച്ച് ഈ കാലയളവിൽ സെന്റ് തോമസിന് വലിയ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ ഓർക്കുന്നു. സെന്റ് തോമസിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും പലരുടെയും മുഖങ്ങൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരോടും ഞങ്ങൾക്കുള്ള സ്നേഹവും കരുതലും സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കാണാം. ദാറ്റ് ഈസ് അവർ ഹോപ്പ്. തീർച്ചയായിട്ടും വി വിൽ സീ, നമുക്ക് കാണാം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. മുഴുവൻ സമയവും ഈ സംഗീത സന്ധ്യയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കണം ആയിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ രാവിലെ ഒരു പള്ളിയിൽ പോകണം, അതിന്റെ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ട്.
അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ സാവകാശം ശാന്തമായിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആകും. നിങ്ങൾ ക്ഷമിക്കണം. താങ്ക് യു. എല്ലാവർക്കും വളരെ അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്മസിന്റെ നന്മകളും ആശംസകളും നേരുന്നു. God bless you richly. God bless you abundantly. Thank you. Thank you very much. അച്ഛനോടും കൊച്ചമ്മയോടുള്ള സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവസ്നേഹം പരസ്പരം പങ്കുവെക്കുവാൻ ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ. താങ്ക് യു. ബൈബിൾ റീഡിംഗ് ഷേർലി തോമസ്. The second lesson is taken from the Gospel of Luke, chapter 2, verses 1 to 20. Luke chapter 2, verses 1 to 20. In those days, Caesar Augustus issued a decree that a census should be taken of the entire Roman world. This was the first census that took place while Quirinius was governor of Syria, and everyone went to his own town to register. So Joseph also went up from the town of Nazareth in Galilee to Judea, to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him and was expecting a child. While they were there, the time came for the baby to be born, and she gave birth to her firstborn, a son. She wrapped him in clothes and placed him in a manger because there was no room for them in the inn. And there were shepherds living out in the fields nearby, keeping watch over their flocks at night. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified. But the angel said to them, "Do not be afraid. I bring you good news of great joy that will be for all the people. Today in the town of David, a Savior has been born to you. He is Christ the Lord. This will be a sign to you. You will find a baby wrapped in clothes and lying in a manger." Suddenly, a great company of the heavenly host appeared with the angel, praising God and saying, "Glory to God in the highest, and on earth peace to men on whom his favor rests." When the angels had left them and gone into heaven, the shepherds said to one another, "Let's go to Bethlehem and see this thing that has happened, which the Lord has told us about." So they hurried off and found Mary and Joseph and the baby who was lying in the manger. When they had seen him, they spread the word concerning what had been told them about this child. And all who heard it were amazed at what the shepherds said to them. But Mary treasured up all these things and pondered them in her heart. The shepherds returned, glorifying and praising God for all the things they had heard and seen, which were just as they had been told. Here ends the second lesson. Thank you. ഇപ്പോൾ ഷിബു ജോൺ ഹൂസ്റ്റണിൽ നിന്ന് പാട്ട് പാടുന്നതായിരിക്കും. താങ്ക് യു സജു അച്ഛൻ. സെന്റ് തോമസിലെ എല്ലാവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് MJ ജോർജ്, രാജു സലിം ഇങ്ങനെയൊരു സാവകാശം അവസരം തന്നതിന് താങ്ക് യു. നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. നിത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുവിധം ഭൂമിയിൽ നിറവേറണമേ.
പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണ് ദൈവം ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം സത്യജീവമാർഗമാണ് ദൈവം മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവനേ തിരുനാമം വാഴ്ത്തുന്നു മനുജനായി ഭൂവിൽ അവതരിച്ചു മഹിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവനേ തിരുനാമം വാഴ്ത്തുന്നു ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണ് ദൈവം ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനേകിടുന്നു ദൈവം പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം താങ്ക് യു. ഷിബു ഇപ്പോൾ ജോബി ചാക്കോ ഒരു പാട്ട് പാടുന്നത്.
കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിലവതരിച്ചു മന്നവൻ ഭൂവിലവതരിച്ചു കൺമണിയാ കരുണതൻ ദീപം അവതരിച്ചു കന്യകതൻ കൺമണിയാ കരുണതൻ ദീപം അവതരിച്ചു കൈക്കുമ്പിളിൽ കാണിക്കയുമായി രാജാക്കന്മാരവരണയുന്നു കൈക്കുമ്പിളിൽ കാണിക്കയുമായി രാജാക്കന്മാരവരണയുന്നു കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ യോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിലവതരിച്ചു മന്നവൻ ഭൂവിലവതരിച്ചു പാടും സ്നേഹഗീതം വാനവീഥികളിൽ ഉയരുന്നു വാനവർ പാടും സ്നേഹഗീതം വാനവീഥികളിൽ ഉയരുന്നു അജപാലകരുടെ ആനന്ദഗീതം ഗോശാല തന്നിൽ നിറയുന്നു അജപാലകരുടെ ആനന്ദഗീതം ഗോശാല തന്നിൽ നിറയുന്നു കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ യോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിലവതരിച്ചു മന്നവൻ ഭൂവിലവതരിച്ചു കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര ഷിബു ജോൺ ഒരു പാട്ടോട് പാടുന്നത് രാജാവിടുന്നു നാഗലോ
നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭൂജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. വൈര്യവും പകയുമെല്ലാം മറന്നിടുവിൻ. സാഗരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. താങ്ക് യു. താങ്ക് യു ഷിബു. ഇപ്പോൾ നമ്മുടെ ഇടവകയുടെ ക്രിസ്മസ് കരോൾ ടീം
ഹൗസ് കരോളിംഗ് ടീം ഇപ്പോൾ നമ്മളെ സന്ദർശിക്കുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മാനവർക്ക് രക്ഷയുണ്ടാകുവാനായി സ്വർലോകം വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് അവതരിച്ച അങ്ങയുടെ സ്നേഹത്തെ പാടി സന്തോഷിക്കുന്നതിനും തിരുജന്മത്തിന്റെ സന്തോഷം എല്ലാവർക്കും പങ്കുവെക്കുന്നതിനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ന്യൂയോർക്ക് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഹൗസ് കരോളിംഗ് ഈ വെർച്വലായി നടത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഓരോ ക്രിസ്മസ് കാലയളവിലും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അത് അങ്ങയുടെ ജനനത്തിന്റെ സന്തോഷം പാടി മഹത്വപ്പെടുത്തുകയും പരസ്പരം കൈമാറുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുകയും അതിൽ പങ്കുകാരാകുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയാൽ സൂക്ഷിക്കണമേ. യേശു മിശിഹാ മൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, മഞ്ഞിൽ ദീപം തെളിച്ചവനാരോ, ആരോ ആരാരോ, പൂനിലമൊരുക്കിയ ദീപം തെളിച്ചവനാരോ, ആരാരോ, കണ്ണീരം തോർക്കം ഭൂമിയിൽ നിങ്ങളീരോ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കണ്ണീരം തോർക്കം
ആനന്ദഗീതങ്ങൾ ലോകത്തിൻ പാലകനായി ഉയരേകും നാഥൻ പിറന്നേ. ചന്ദ്രനും കൂട്ടായി നിന്നെ സ്തുതിച്ചിടുന്നു. ഭൂലോകവും ഈ മാലോകരും കൂട്ടായി നിന്നെ സ്തുതിച്ചിടുന്നു. ലാ 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 കൂട്ടായി നിന്നെ സ്തുതിച്ചിടുന്നു. ഭൂലോകവും ഈ മാലോകരും കൂട്ടായി നിന്നെ സ്തുതിച്ചിടുന്നു. ലാ 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 ലാ. ചന്ദ്രനും
യേശുക്രിസ്തുവിന്റെ ജന്മം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കെ അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അലോലം താലോലം മാലാഖമാർ പാടുന്നു ഹല്ലേലൂ ഹല്ലേലൂ. അലോലം താലോലം മാലാഖമാർ പാടുന്നു ഹല്ലേലൂ ഹല്ലേലൂ. ഹല്ലേലൂ ഹല്ലേലൂ മാലാഖമാർ പാടുന്നു അലോലം താലോലം. അലോലം താലോലം മാലാഖമാർ പാടുന്നു ഹല്ലേലൂ ഹല്ലേലൂ.
നഗരത്തിൽ പിറന്നവരെ ഒരു മത്തപ്പു മിന്നി തിളങ്ങുന്നു മംഗളമണി മുഴങ്ങി വന്നക്കടലാത്തു Wish you a Merry Christmas, Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year, and a Happy New Year, and a Happy New Year. We wish you a Merry Christmas and a Happy New Year.
ഇപ്പോൾ സജി വർഗീസ് യോഗേഷിൽ നിന്ന് പാട്ട് പാടുന്നതായിരിക്കും. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുമ്പു പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പകലോനു മുമ്പു പിതാവിൻ്റെ ഹൃത്തിലെ ത്രിയേക സൂനുവാമുദയ സൂര്യൻ. പ്രാപവപൂർണനായി ഉയരുന്നിതാ പ്രതാപമൂടിന്നേശുനാഥൻ. പ്രാപവപൂർണനായി ഉയരുന്നിതാ പ്രതാപമൂടിന്നേശുനാഥൻ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ,
മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൺവീനർ പ്രിയപ്പെട്ട MJ ജോർജ് എല്ലാവർക്കും നന്ദി പറയുന്നതായിരിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കൊറോണ കാലയളവിൽ ക്രിസ്തു ദേവന്റെ തിരുപ്പിറവി നമുക്ക് ഏവർക്കും പ്രത്യാശ ഉളവാക്കുന്ന ഒരു ഉൾവിളിയായി ഉയർന്നു പൊങ്ങട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ കൊറോണ കാലയളവിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി തന്നു. ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ സമയം നമുക്ക് സന്തോഷിക്കുവാൻ ഒരു അവസരം ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലെ വളരെയധികം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജോസഫ് ജോണി അച്ഛനോടാണ്. വളരെ തിരക്കുള്ള ഈ സമയത്ത് അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും തക്ക സമയത്ത് തന്നെ ഓൺലൈനിൽ കടന്നു വന്ന് മനോഹരമായ കൃത്യമായ ഒരു ക്രിസ്മസ് മെസ്സേജ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടവേട നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. ഒപ്പം കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സജു സി പാപ്പച്ചനച്ചനോടാണ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ ഇന്ന് വരെയും എല്ലാ കാര്യങ്ങളും തിരക്കി ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും തിരക്കി ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സജു സി പാപ്പച്ചനോട് ഇടവേള നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ആയിരുന്ന പലരെയും ഈ പ്രോഗ്രാമിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഏവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ പ്രീവിയസ് മെമ്പേഴ്സ് ആയിരുന്ന പലരെയും ഈ പ്രോഗ്രാമിനെ ഇൻവോൾവ് ചെയ്യിച്ചു. ഈ ക്രിസ്മസ് കാലയളവ് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളായി തീരട്ടെ. നമ്മുടെ ഉറങ്ങിക്കിടന്ന ആ സ്നേഹബന്ധങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി ഒന്ന് താലോലിക്കുവാന്, നമുക്ക് ആ സ്നേഹബന്ധങ്ങളൊന്ന് പുതുക്കുവാന് ഒരു അവസരമായി തീരട്ടെ ഈ അവസരം എന്ന് ഞാൻ വിചാരിച്ചു. അത് ഏവർക്കും സന്തോഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്ലോറിഡയിൽ നിന്ന് പ്രാർത്ഥിച്ച് സഹായിച്ച മിസ്റ്റർ എബി കോശിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ബൈബിൾ റീഡ് ചെയ്ത് സഹായിച്ച ഏബിൾ തോമസിനോട്, ഒക്കൽഹോമയിൽ നിന്ന് ബൈബിൾ റീഡ് ചെയ്ത് സഹായിച്ച മിസ്റ്റർ ഏബിൾ തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ലോങ് ഐലൻഡിൽ നിന്ന് ബൈബിൾ റീഡ് ചെയ്ത് സഹായിച്ച ഷേർലി തോമസിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവേള നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. മനോഹരമായ പാട്ടുപാടി ഹൂസ്റ്റണിൽ നിന്ന് പാട്ടുപാടി സഹായിച്ചതും ഇവിടെ നിന്ന് പാട്ടുപാടി സഹായിച്ചതുമായ മിസ്റ്റർ ജോബി ചാക്കോയോടും ഷുബു ജോണിനോടുമുള്ളതായ നന്ദി, അതുപോലെ തന്നെ സജി വർഗീസിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഇടവകയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ ഈ പ്രോഗ്രാമിന്റെ പിന്നിലെ സഹായിച്ചത് വളരെ അധികം ആളുകളുണ്ട്. എന്നാൽ ഇതിന്റെ റെക്കോർഡിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ ആയിട്ട് എന്നെ സഹായിച്ചത് മിസ്റ്റർ തോമസ് ഉമ്മന്, ജോസൻ ജോസഫ്, ഷെൽവിൻ ജോർജ്, അവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഇടവയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമിന് വേണ്ടി
പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ഒരു സാന്തായെ ആവശ്യമായിരുന്നു. സാന്തായായിട്ട് വേഷമിട്ട് വന്നത് നമ്മുടെ ജെയ്സൺ സണ്ണിയാണ്. മിസ്റ്റർ ജെയ്സൺ സണ്ണിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ഗ്രൂപ്പിൻ്റെ പേരിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിൽ പങ്കെടുത്ത വളരെയധികം ആളുകളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ ഈ സമയത്ത് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം ഈ കൊറോണയുടെ ഈ കാലയളവിൽ ഈ മഹാവ്യാധിയുടെ നടുവിൽ എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് സഹകരിച്ച് ഈ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ സഹായിച്ച എല്ലാ ഈ ഹൗസ് കരോൾ ഗ്രൂപ്പിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ക്രിസ്മസ് സെന്റ് തോമസ് ഇടവയുടെ പേരിലും ഈ ക്രിസ്മസ് ഹൗസ് കരോൾ ഗ്രൂപ്പിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമയത്ത് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ക്രിസ്മസ് ദിനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി തീരട്ടെ, പുതുവർഷം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായിച്ച, ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിന് വേണ്ടി സഹായിച്ച ഈ സെൻറ് തോമസ് ഇടവയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനോടും ഓഫീസ് ബിയറേഴ്സിനോടും പ്രത്യേകിച്ച് എല്ലാ ഇടവക ജനങ്ങളോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഈ ക്രിസ്മസ് കരോൾ ഗ്രൂപ്പിൻ്റെ പേരിലും ഇടവയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. എല്ലാവരും തന്ന എല്ലാ സഹകരണത്തിനും താങ്ക് യു സോ മച്ച്. ഈ ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. ഈ ക്രിസ്മസ് കരോളിൽ ഏറ്റവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും എല്ലാം ഏറ്റവും ഭംഗിയായി നടത്തുകയും ചെയ്ത ഇതിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട MJ ജോർജിനോടുള്ള സന്തോഷം, നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്രിസ്മസ് സംഭാവനകളും സ്തോത്ര കാഴ്ചകളും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കവറുകളിൽ ഒന്നുകിൽ മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ലെ വഴിയായോ പള്ളിയിൽ വരുമ്പോഴോ നൽകുകയും ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജേക്കബ് വൈദ്യൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങളെ കാത്തുപരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ആപത്ത് അപകടങ്ങളും കൂടാതെ ഞങ്ങളെ കാത്തു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല, എല്ലാവിടുത്തെ കൃപയൊന്നു മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് സ്ഥിരീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്തേ പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. COVID-19 മഹാമാരി മൂലം ലോകം മുഴുവൻ ഭീതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൗസ് കരോളിംഗ് ഗ്രൂപ്പായി ഭവനങ്ങളിൽ ചെന്ന് കർത്താവിൻ്റെ ജനനത്തെ ഘോഷിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സംഭവബഹുലമായ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അനേക രോഗാവസ്ഥയിലും മറ്റുമായിരിക്കുന്നു. എന്നാൽ നമ്മൾ എല്ലാവരെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ വഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോടെ കൽപ്പിക്കും എന്നുള്ള ദൈവവചനത്തിൽ കൂടി നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമാകമാനം വ്യാപിച്ചിരിക്കുന്ന ഈ മഹാമാരിയുടെ ശമനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ടുപിടിച്ചിരിക്കുന്ന വാക്സിനിൽ കൂടി എത്രയും വേഗം ഇതിനൊരു ശമനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതിനായി പ്രയത്നിച്ച എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. നമ്മുടെ പ്രിയ ജോസഫ് ജോണി അച്ഛനിൽ കൂടി ലഭിച്ച അനുഗ്രഹപൂർണമായ ക്രിസ്മസ് മെസ്സേജിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ദൈവപ്രസാദമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ കോവിഡിൽ കൂടി നമ്മളെ പഠിപ്പിച്ചല്ലോ കർത്താവേ. ഈ സാഹചര്യമൊക്കെ മാറും എന്ന് നമ്മളെ പഠിപ്പിച്ച അതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ അച്ഛനിൽ കൂടി സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അച്ഛനെയും കൊച്ചമ്മയെയും മക്കളെയും രണ്ടുപേരെയും ദൈവകൃപയിൽ കാക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളെയും ഓർത്ത് ഈ സമയത്തെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിലെ രോഗാവസ്ഥയിലും ക്ഷീണത്തിലും ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ നമ്മുടെ ദൈവം അവരെ എല്ലാവരെയും ശക്തീകരിച്ച് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലൊക്കെ ഏകാന്തത അനുഭവിക്കുമ്പോൾ മകനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഇമ്പസ്വരം കേട്ടുകൊണ്ട് സന്തോഷം അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൃത്യമായ കർത്താവെ, നമ്മുടെ വേർപാടിൻ്റെ വ്യസനത്തിൽ കഴിഞ്ഞുകൊടുന്ന ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ നമ്മുടെ ഇടവയിൽ നിന്ന് ഈ വർഷം കടന്നുപോയ എല്ലാവരുടെയും വേർപാടിൽ വ്യസനിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനത്താൽ അവരെയൊക്കെ നിറയ്ക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീവച്ചനെ ദൈവകൃപയിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയുടെ മധ്യത്തിലും എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായി ക്രമീകരിച്ച് നടത്തുവാൻ അച്ഛനെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ നാട്ടിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ എല്ലാവരെയും അവിടുത്തെ രക്തവളപ്പിൽ കാത്ത് പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ഓർഗനൈസേഷന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഓഫീസ് ബിയറേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചർച്ച് റിപ്പയറിംഗ് ഒക്കെ വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രവർത്തിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തോസം വലിയ തിരുമേനി, മിത്രാപ്പൊലീത്ത തിരുമേനി, ബാക്കി എല്ലാ തിരുമേനിമാർക്കും പട്ടക്കാർക്കും ആത്മീയ ശുശ്രൂഷകർക്കും സഭാമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളത്തെ വിശുദ്ധ ദിവസത്തിനായി പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ ചെന്നും സൂമിൽ കൂടിയും ഭവനങ്ങളിലിരുന്നും ആരാധനകൾ സംബന്ധിച്ച അനുഗ്രഹം പ്രാപിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ നടത്തിപ്പിനായും പ്രവർത്തിച്ച അച്ഛനെയും കൺവീനറായി പ്രവർത്തിച്ച MJ ജോർജിനെയും അതുപോലെ കർത്തായ ഗാനങ്ങളും മറ്റും ആലപിച്ച നമ്മുടെ എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോസഫ് ജോണി അച്ഛനെ വീണ്ടും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ വന്ന തെറ്റുകളെ കുറ്റങ്ങളെ എല്ലാം ക്ഷമിക്കണമേ കർത്താവേ. എല്ലാവിധമായ കൃപകളാലും ഞങ്ങളെ എല്ലാം നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ പ്രിയരെ നാം ഓരോരുത്തരുടെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടുകൂടെയും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അച്ഛൻ മിസ്റ്റർ ജേക്കബ് വൈദ്യനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ജേക്കബ് വൈദ്യനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ സന്തോഷം അറിയിക്കട്ടെ. നാളെ രാവിലെ 9:30 വിശുദ്ധ കുർബാന മലയാളത്തിൽ പള്ളിയിലുണ്ട്. രജിസ്റ്റർ ചെയ്തവർ വരിക, അല്ലാത്തവർ സൂമിൽ പങ്കെടുക്കാം. അതുപോലെ അടുത്ത വ്യാഴാഴ്ച 24-ാം തീയതി 4 മണിക്ക് ക്രിസ്മസ് ഈവ് പ്രോഗ്രാം, ക്രിസ്മസ് കരോൾ സർവീസ് സെയിം സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെയും പങ്കാളിത്തം പ്രത്യേകമായിട്ട് അപേക്ഷിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്.